അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. ലൈംഗികാരോപണ വിവാദങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിന് പ്രത്യേക ബ്ലോക്കിലായിരിക്കും സീറ്റ്. ആദ്യ ദിനം സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് സഭ വിട്ട രാഹുൽ MLA ഹോസ്റ്റലിലേക്ക് പോയി. സഭയ്ക്കുള്ളിൽ കോൺഗ്രസ് അംഗങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവഗണിച്ചപ്പോൾ മുസ്ലിം ലീഗ് അംഗങ്ങൾ അടുത്തെത്തി കുശലം പറഞ്ഞു. നിയമസഭാ സമ്മേളനത്തിൽ വിവാദ വിഷയങ്ങൾ ഏറെയുണ്ടെങ്കിലും എല്ലാ കണ്ണുകളും രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയായിരുന്നു. രാഹുൽ എത്തുമോ എന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തതയുണ്ടായിരുന്നില്ല. 8:30 PA എത്തിയതോടെ രാഹുൽ വരുമെന്ന അഭ്യൂഹം ശക്തമായി. 9 മണിക്ക് സഭാ സമ്മേളനം ആരംഭിച്ചു നടപടിക്രമങ്ങളിലേക്ക്. ഇതിനിടെ 9:18 യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനൊപ്പം ഇന്നോവയിൽ രാഹുൽ നിയമസഭാ കവാടം കടന്നു. സഭയ്ക്കുള്ളിലെത്തിയ രാഹുലിന് മുൻപ് PV അൻവർ ഇരുന്ന സീറ്റിൽ ഇരിപ്പിടം. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിന്നിൽ പ്രത്യേക ബ്ലോക്ക്. രാഹുലിനോട് സംസാരിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായില്ല. എന്നാൽ ലീഗ് അംഗങ്ങളായ നജീബ് കാന്തപുരവും AKM അഷ്റഫും UA ലത്തീഫും TV ഇബ്രാഹിമും രാഹുലിനടുത്ത് വന്ന് സംസാരിച്ചു. സഭയിൽ ചരമോപചാര പ്രസംഗങ്ങൾ പുരോഗമിക്കുന്നതിനിടെ PAയുടെ കുറിപ്പ് രാഹുലിന് ലഭിച്ചു. രാഹുൽ മറുപടി കുറിപ്പും നൽകി. ഇതിന് പിന്നാലെ 10:31 രാഹുൽ സഭ വിട്ടിറങ്ങി. അഭ്യൂഹങ്ങൾക്കൊടുവിൽ 1 മണിക്കൂർ 14 മിനിറ്റ് സഭയിൽ ചെലവഴിച്ച് MLA ഹോസ്റ്റലിലേക്ക് മടക്കം. പാലക്കാട് വമ്പൻ ഭൂരിപക്ഷത്തോടെയുള്ള ജയത്തിന് പിന്നാലെ താരമായാണ് രാഹുൽ കഴിഞ്ഞ സമ്മേളനത്തിൽ സഭയിലെത്തിയത്. ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ പാർട്ടി കൈവിട്ട രാഹുലിന്റെ 2ാം വരവ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.